നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളിൽ ഒമിക്രോൺ ഭീഷണി ശക്തമാകുമ്പോൾ തങ്ങളുടെ വാക്സിൻ ഒമിക്രോണിനെ തടയുമെന്ന അവകാശവാദവുമായി രംഗത്തെത്തുകയാണ് മൊഡേണ. മൊഡേണയുടെ ബൂസ്റ്റർ വാക്സിൻ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ തടയുന്ന ആന്റിബോഡികളുടെ അളവ് ഉയർത്തുന്നുവെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ലോകമെമ്പാടും ഒമിക്രോൺ അതിവേഗം പടരുന്നതിനിടെയാണ് പ്രതീക്ഷ നൽകുന്ന ഈ വാർത്ത എത്തുന്നത്. എന്നാൽ ആശങ്ക സൃഷ്ടിച്ച് മിക്ക കൊറോണ വൈറസ് വാക്സിനുകൾക്കും ഈ വകഭേദത്തിൽ നിന്നുള്ള അണുബാധ തടയാൻ കഴിയുന്നില്ലെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. നിലവിൽ അംഗീകൃത ബൂസ്റ്റർ ഡോസ് 50 മൈക്രോഗ്രാം, പ്രാഥമിക പ്രതിരോധ കുത്തിവയ്പിന് നൽകിയതിന്റെ പകുതി ഡോസ് ആന്റിബോഡികളുടെ അളവ് ഏകദേശം 37 മടങ്ങ് വർദ്ധിപ്പിച്ചതായി മൊഡേണയുടെ ഫലങ്ങൾ കാണിക്കുന്നുവെന്നും കമ്പനി അവകാശപ്പെടുന്നു. 100 മൈക്രോഗ്രാമിന്റെ ഫുൾ ഡോസ് കൂടുതൽ ശക്തമായിരിക്കുന്നു. പ്രീ ബൂസ്റ്റ് ലെവലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആന്റിബോഡി അളവ് 83 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നും മൊഡേണ പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായ ഫൈസറും ബയോഎൻടെക്കും ഈ മാസം ആദ്യം തങ്ങളുടെ വാക്സിൻ ബൂസ്റ്റർ ഷോട്ട് ഒമിക്രോണിനെതിരായ ആന്റിബോഡികളുടെ അളവ് വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊഡേണ അതിന്റെ വാക്സിന്റെ നിരവധി പതിപ്പുകളുടെ മൂന്നാമത്തെ ഷോട്ട് പരീക്ഷിച്ചു. ഓരോന്നിനും 20 പേർ വീതമാണ് ഉണ്ടായിരുന്നത്. ഇത് ഉത്തേജിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ വ്യക്തികൾക്കും ഒമിക്രോൺ അണുബാധ തടയാൻ കഴിയുന്ന കുറഞ്ഞ അളവിലുള്ള ആന്റിബോഡികൾ ഉണ്ടായിരുന്നു. 29ാം ദിവസം മൂന്നാമത്തെ ഷോട്ട് ലഭിച്ചതിനു ശേഷം നിലവിലെ വാക്സിൻ 50 മൈക്രോഗ്രാം, 100 മൈക്രോഗ്രാം ഡോസുകൾ രണ്ടും ആന്റിബോഡിയുടെ അളവ് കുത്തനെ വർദ്ധിപ്പിച്ചു. ബീറ്റ, ഡെൽറ്റ വകഭേദങ്ങളിൽ കാണുന്ന മ്യൂട്ടേഷനുകളിൽ ഉൾക്കൊള്ളുന്ന മൾട്ടിവാലന്റ് ബൂസ്റ്റർ ഷോട്ടുകൾ കമ്പനി പരീക്ഷിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഒമിക്രോണിൽ കാണാൻ സാധിക്കും. തുടരുന്ന പരീക്ഷണങ്ങളിൽ ഓരോന്നിനും 300 മുതൽ 600 വരെ ആളുകൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. മൾട്ടിവാലന്റ് ബൂസ്റ്ററുകളുടെ 50 മൈക്രോഗ്രാം, 100 മൈക്രോഗ്രാം ഡോസുകൾ ആന്റിബോഡി അളവ് സമാനമായ ഉയർന്ന തരത്തിലേക്ക് ഉയർത്തിയെന്നും മൊഡേണ പറഞ്ഞു. ഒമിക്രോൺ എത്ര വേഗത്തിൽ ലോകമെമ്പാടും പടരുന്നു എന്നത് കണക്കിലെടുക്കുമ്പോൾ ഒറിജിനൽ വാക്സിന്റെ അധിക ഷോട്ടുകളിൽ കമ്പനി അതിന്റെ സമീപകാല ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മൊഡേണ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യം ഒമിക്രോൺ വകഭേദത്തിന് പ്രത്യേകമായ ഒരു ബൂസ്റ്റർ ഷോട്ട് പരീക്ഷിക്കാനും മൾട്ടിവാലന്റ് ബൂസ്റ്ററിൽ ഒമിക്രോൺ ഉൾപ്പെടുത്താനും പദ്ധതിയിടുന്നതായും കമ്പനി പറഞ്ഞു. അതേസമയം ഒമിക്രോൺ വ്യാപിക്കുന്നതോടെ ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ലോകരാജ്യങ്ങൾ. ഒമിക്രോൺ വളരെ വേഗം പകരുന്ന വൈറസ് വേരിയന്റ് ആയതിനാൽ ചില രാജ്യങ്ങൾ ലോക്ഡൌണുകൾ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വീണ്ടും ഏർപ്പെടുത്തുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുൻപ് നെതർലാൻഡ് ലോക്ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞു. ഫ്രാൻസ് പുതുവത്സരാഘോഷത്തിൽ പടക്കങ്ങൾ നിരോധിച്ചു. അയർലൻഡിൽ തിങ്കളാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പബ്ബുകൾ, റെസ്റ്റോറന്റുകൾ, തിയേറ്ററുകൾ, സിനിമാശാലകൾ എന്നിവ രാത്രി 8 മണിക്ക് അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നെതർലാൻഡ്സിലെ ഷോപ്പിംഗ് തെരുവുകൾ അടച്ചു. ലെബനനിൽ വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് മേൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ന്യൂയോർക്കും ഒമിക്രോൺ ഭീതിയിലാണ്. ഒമിക്രോൺ വ്യാപനം കാരണം അയർലൻഡിൽ റെസ്റ്റോറന്റുകളും ബാറുകളും അടച്ചിരിക്കുകയാണ്. ഡെൻമാർക്കിലും തിയേറ്ററുകളടക്കമുള്ള പൊതുസ്ഥലങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. അതേസമയം ഒമിക്രോൺ ആദ്യ കേസ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നിലവിൽ ഒരു കേസ് മാത്രമാണ് ഇറാനിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 കേസുകൾ ഈ രോഗമാണെന്ന് സംശയിക്കുന്നുണ്ട്. ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം കുത്തനെ കൂടുന്നുണ്ട്. ഈജിപ്തിൽ കഴിഞ്ഞ ദിവസം ഒമിക്രോണിന്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലണ്ടൻ ആവശ്യമെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. ബ്രിട്ടൻ വീടിനുള്ളിൽ മാസ്ക് ആവശ്യകതകൾ വീണ്ടും ഏർപ്പെടുത്തുകയും നൈറ്റ് ക്ലബ്ബുകളിലേക്കും വലിയ ഇവന്റുകളിലേക്കും പോകുമ്പോൾ വാക്സിനേഷന്റെ തെളിവോ അടുത്തിടെ എടുത്ത നെഗറ്റീവ് കോവിഡ് വൈറസ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.